പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിനു നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവകൃപയാൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി പാടുപെടുകൾ സഹിക്കുകയും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈശോയുടെ സമ്പൂർണമായ ആത്മസമർപ്പണത്തിൻ്റെ അടയാളമാണ് അവിടുത്തെ സഹനങ്ങളും ഉയർപ്പും. ഈ അഗാധമായ സ്നേഹപ്രവാഹത്തോടും ആ സ്നേഹത്തിനു വേണ്ടി കർത്താവ് സഹിച്ച കഷ്ടപ്പാടുകളോടും പ്രതികരിക്കുവാൻ വിശ്വാസികളായ നാം ഇന്ന് ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആയിരിക്കുന്നു. ഈ ആരാധനയിലൂടെ അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടുവാനും നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കാനും നമുക്ക് കഴിയട്ടെ. സർവശുദ്ധനും സ്നേഹനിധിയുമായ ദിവ്യകാരുണ്യനാഥ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അണയാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുശരീരം മുറിവേൽപ്പിക്കപ്പെട്ടതിനെയും ഞങ്ങൾക്ക് നിത്യജീവൻ നൽകാനായി ഉയർത്തെഴുന്നേറ്റതിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം എത്ര വലുതാണെന്ന് ഈ നിമിഷം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് പരിപൂർണമായും നൽകണമേ. ഈ ആരാധനയുടെ ഓരോ നിമിഷത്തിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഉണ്ടാകണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പാടുപീടുകളുടെ ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ ഇന്നേ ദിവസം മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തെ ദൈവസ്നേഹത്താലും ദൈവിക ജ്ഞാനത്താലും ദൈവിക ശക്തിയാലും നിറയ്ക്കണമേ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവിടുന്ന് ഈ ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് തൻ്റെ ഏകജാതനെ അവിടുന്ന് ഭൂമിയിലേക്ക് നൽകിയത്. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തയ്യാറായ പിതാവായ ദൈവത്തെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ദൗത്യം സ്വീകരിച്ച് അവാച്യമായ സ്നേഹത്തോടും അനന്തമായ കാരുണ്യത്തോടും കൂടെ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ സജീവ സാന്നിധ്യമായി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ പരമദിവ്യകാരുണ്യത്തെ പുത്രനായ മിശിഹായെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നാം പാപികളായിരിക്കുമ്പോൾ എന്നുള്ളതാണ്. നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ് അവൻ സ്വയം ജീവൻ ബലിയായി നൽകിയത്. മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിനു വേണ്ടിയുള്ള ബലി നൽകൽ നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി ദാസൻ രൂപമെടുത്ത് മനുഷ്യനോട് സദൃശനായി തീർന്നു. മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ട അവൻ മരണത്തോളം, അതേ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. എളിമയുടെ വലിയ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സഹനങ്ങളുടെ ആഴം എന്ന് പറയുന്നത് കേവലം ഒരു ശാരീരിക വേദനകൾക്കപ്പുറം നമ്മുടെ പാപഭാരവും ദൈവത്തിൽ നിന്നുള്ള വേർപാടും അവൻ്റെ ഹൃദയത്തെ എത്രമാത്രം മുറിവേൽപ്പിച്ചു എന്ന് കാണിക്കുന്നതാണ്. ഈശോയുടെ സമ്പൂർണമായ ആത്മസമർപ്പണം
കുരിശിലെ മരണം വെറുമൊരു സംഭവമല്ല എന്നും അത് ദൈവത്തിനോ മനുഷ്യരാശിയോടുള്ള അളവറ്റ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് മരണത്തെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റതിലൂടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനവും നിത്യജീവനും ലഭിച്ചു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വെറുമൊരു ഭൂതകാല സംഭവമല്ല, മറിച്ച് ഇന്നും ജീവിക്കുന്ന സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിച്ച് ഏറ്റുപറയാം. ഈ കർത്താവിൻ്റെ സഹനത്തിൻ്റെ ആഴവും സമ്പൂർണമായ ആത്മസമർപ്പണവും ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? കർത്താവിൻ്റെ ഈ സ്നേഹത്തോട് സഹനങ്ങളോട് നമ്മളെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഈ ദിവികാരുണ്യ ആരാധന മുമ്പിൽ വെച്ച് ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില തീരുമാനങ്ങളിലേക്ക് നമുക്കെടുക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു നൽകാം. അതുപോലെ അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവമേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ നിറയ്ക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറഞ്ഞ് ഞങ്ങൾ ലോകത്തിന് വേണ്ടി മുഴുവനുമായി പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെടുന്നവർക്കും രോഗികൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കും അങ്ങയുടെ സമാധാനം നൽകണമേ. കർത്താവേ, നിൻ്റെ സ്നേഹമറിയാതെ ജീവിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹം വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ സഭയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചമായി ഈ ലോകത്തിൽ ശോഭിക്കുവാൻ ഓരോ സഭാമക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികളെയും രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതിയും സമാധാനം പുലർത്താൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങയുടെ ഹൃദയത്തിന് സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും അനന്തമായ കാരുണ്യവും ഈ നിമിഷം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പരിപൂർണമായി സമർപ്പിക്കുന്നു. ഈശോയുടെ പരമമായ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ബൗദ്ധികാരുണ്യനാഥ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചൊരിയാൻ തക്കവിധം ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളിലൂടെ പ്രസരിച്ച് ലോകം മുഴുവനിലും നിൻ്റെ സ്നേഹം എത്തുന്നതിന് കാരണമായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.